നമ്മൾ സ്രാവിനെ പിടിക്കാൻ പോവാണ്. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് അഴീക്കോട് ഫിഷിങ്ങിന് പോവാണ്. ഞങ്ങൾ 4 പേരായിട്ടാണ് പോകുന്നത്. 3 പേരുണ്ട് മൂഞ്ചി പോവാ, 4 പേര് പോണ്. ഗൈസ് കാശൊന്നുമില്ല ഗൈസ്, ചില്ലറക്കിനെ പെട്രോൾ അടിക്കണേ ഗൈസ്. വലിയ യൂട്യൂബർ എക്സീൻ, പക്ഷെ കയ്യിൽ അഞ്ചിട്ട് പൈസ ഇല്ല ഗൈസ്. ബാ വണ്ടി എടുത്ത് പോന്നേ, അതായത് പറഞ്ഞ സ്റ്റൈലിയാ. കാര്യം തന്നെയാ. കയ്യിൽ 5 പൈസ എന്നിട്ടാണ് തിന്നാനുള്ളത്. എനിക്ക് തിന്നാ ചില്ലറൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട്, തിന്നാനുള്ള സാധനങ്ങളുണ്ട് നമ്മുടെ ഇതില്. പിന്നെ അമ്പലത്തിൽ ചൂണ്ടിട്ട് ഇനി അഴീക്കോട് എത്തിയിട്ട് കാണാൻ കഴിയും. ഗൈസ് നമ്മളങ്ങനെ അഴീക്കോട് എത്തിയിട്ടുണ്ട്. ഹൈ ഗൈസ്, നമ്മള് അഴീക്കോടുള്ള ഏതോ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എടാ ഇവിടെ ഒന്ന് ചൂണ്ടിടാൻ പറ്റുമോ? യാ ഗൈസ്, അങ്ങനെ അഴീക്കോട് ബീച്ചിന്റെ ഏതോ ഒരു ഭാഗത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. തെക്ക് ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഫിഷിങ്ങിനുള്ള സ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് സാധനം അവിടെ ചെയ്യണ പോലെ ഇത് ഇങ്ങോട്ടടെ വരാ. കാറ്റ് ഇങ്ങോട്ടല്ലേ, തിര കയറുന്നത് ഇങ്ങോട്ടല്ലേ, നമ്മൾ എറിയത് ഇങ്ങോട്ട് തന്നെ തിരിച്ച് റിട്ടേൺ വരാ. അങ്ങോട്ട് തന്നെ പോവാം. ഏറ്റവും തീ പോണ്ട, നടക്കാം. സ്രാവിനെ പിടിക്കാൻ പറ്റില്ലല്ലേ? സ്രാവല്ല, സ്രാവിന്റെ അങ്ങോട്ട് തിരിയണ്ട. ഈ വയറും വെച്ചാണ് സ്രാവിനെ പിടിക്കാൻ സ്രാവിന്റെ പാല് പൊക്കി തരാം, നിന്ന വന്നടിച്ചോ. ഇന്ന് അവസാനം ഗിരി നല്ല സാധനത്തിന് പൊക്കും. അപ്പൊ ഗിരി നല്ല സാധനം പൊക്കി കാണും. ഗിരി അവസാനം മുഴുത്ത സാധനം പൊക്കും, ഗിരി പൊക്കും. ആ പൊങ്ങല് മാത്രം കാണുന്നു. ശരിയാടാ, രാത്രിയിലേ നീ കാറിന്ന് മറ്റേ സാധനങ്ങളൊക്കെ പൂശണം. ഈ ഐഫോണില് ഫ്ലാഷ് ഒക്കെ ഇട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കലക്കും. ലൈവ് റെക്കോർഡിംഗ് അല്ലടാ. നിങ്ങൾ അടിക്കുന്ന എല്ലാ വാട്ട സാധനവും നമ്മുടെ ഓഡിയൻസ് കാണുന്നുണ്ട്. റെയിൻകോട്ട് വേണം. ക്യാമറ പതിയ രീതിയിൽ ഓഫ് ആക്കേണ്ടി വരും. ഇനി നമുക്ക് സംഭവ സ്ഥലത്ത് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാം. ബൈ ഗൈസ്. അഴീക്കോട് ബീച്ച് വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ കൂടെ ഇതേപോലെ ഒരു ഗേറ്റ് വെച്ച് ഇതേപോലത്തെ ഒരു പാത കാണാൻ പറ്റും. അപ്പോൾ ആ പാതയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാട്ടിത്തരാം. അയ്യാ യെസ്, നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് തെക്ക് ഭാഗത്ത് സമൂഹം, വടക്ക് ഭാഗത്ത് വറ്റകളാണ്. നമ്മളിപ്പോ ഇന്ന് വടക്ക് ഭാഗത്തേക്ക് പോയി വറ്റയാണ് പിടിക്കാൻ പോകുന്നത്. പറ്റല്ല, ശേഷം സ്ക്രീനിൽ എന്താ കടലില് കണ്ട തിരടിക്കല്. അമ്മേ അയ്യോ, ഭയങ്കര തിരിയ. അയ്യോ, വെള്ളം വരുന്നുണ്ട്. ഗൈസ്, നമ്മള് പഴയ സ്ഥലത്ത് പിടിക്കാൻ നോക്കിയതാണ്. പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ ഭയങ്കര തിരടിക്കുന്ന കാരണം നമ്മൾ തിരിച്ചു പോന്നു. ഗൈസ്, നമ്മളപ്പോൾ നേരത്തെ കണ്ട സ്ഥലത്തോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ചൂണ്ടിടാന്ന് വിചാരിച്ചു. പഴയ സ്ഥലത്തെങ്കിലെത്ത്. ഗൈസ്, നമ്മൾ സ്റ്റാർട്ടിങ് എത്തിയ സ്ഥലത്തോട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ഫിഷിങ് ചെയ്യാൻ പോകുന്നത്.
അയ്യാ എല്ലാവർക്കും നാസ്ത കഴിച്ചിട്ട് തുടങ്ങാം. 2 മിനിറ്റ് പ്രാർത്ഥിക്കുക. ആ സാൻഡ്വിച്ച് ഒന്ന് എനിക്ക് വെച്ചിട്ടോ ആദ്യം നീ വയറ് നടക്കട്ടെ. ഭയങ്കര അങ്ങനെയാ സാധനം ചെയ്യുന്ന തയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് സെറ്റ് ചെയ്യലല്ലേ, ഇത് ഇപ്പം തിന്നലാണ് വേണ്ട. നമ്മുടെ ഫിഷിങ്ങിൻ്റെ സാധനങ്ങൾ ഓക്കെ. നമ്മൾ ബൈറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കറക്റ്റായിട്ട് ഇടേണ്ടതൊക്കെ കാണിച്ചു തരാം. എവിടെ യാ എടാ എനിക്കും ഒരു സാധനം സെറ്റ് ചെയ്തോളൂ. ദൈവം വിടാന്ന് പറഞ്ഞാൽ ഇതൊന്നും സെൻസർ ആവാണ്ടാ വരാട്ടാ. ബേബേ നിന്റെ ഇരിപ്പടക്കം വരും. ആ ഫ്രഷോട് കൂടി ജനങ്ങളിലോട്ട് എത്തിയാലാണ് ഇത് ആ ഒരു രസം കാര്യങ്ങളുണ്ടാവും. ദൈവത്തിന്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇട്ടിട്ടില്ല. എല്ലാ വേസ്റ്റ് ഉണ്ടാവും. നമ്മളത്ര സെറ്റല്ല. ഓ ശരി. ഇങ്ങനെയാണ് നമ്മുടെ ഫെബിൻ വെയിറ്റ് ആഡ് ചെയ്യുന്നത്. എടാ വെയിറ്റ് ആഡ് ചെയ്യുന്നത് കാണിച്ചു കൊടുത്താൽ. ഞാൻ ഡബിൾ ഹൂക്കപ്പാണ് കൊടുക്കുന്നത്. ഒരു വെയിറ്റ് കൊടുത്തിട്ട് 2 കുളത്തും കൊടുക്കുന്നുണ്ട്. കഴിച്ചോണ്ടൊക്കെ എവിടെ പുണ്ടച്ചി കോലി അവൻ അണ്ടിയൊക്കെയാണ്ട. കഴിച്ചോണ്ടേ കോലി ആദ്യമായിട്ട് ഞാൻ കേൾക്കണം. കഴിച്ചോണ്ടേ കോലി കഴിച്ചോണ്ട് നിന്നിട്ട് നീ ആദ്യമായിട്ട് കഴിച്ചോണ്ടിടാവുന്നു. കഴിച്ചോണ്ട് ഞാൻ കൈകൊണ്ട് കഴിച്ചോണ്ട്. ഇത് കോഴിക്കോടിലല്ലേ? കോത്തിക്കൂടെ ഇരടൻ മോന്താടിയെ ഓഡിയൻസ് ആണ്ടെ. ഞാൻ കൊളത്തില്ല. നീ കൊളത്തി നീ പഠിക്കും. എന്തായാലും ഒരാൾ ചെയ്യും. എന്തായാലടാ കാര്യമായിട്ടാ ഒരു കുളത്ത് കെട്ടാറിയില്ല. എടാ ഞങ്ങക്ക് ഗിരിയാടനില്ലടാ, പിന്നെന്തിനടാ അല്ലേ? എന്തുണ്ടായേ? ഇല്ല എന്തുണ്ടായേ? കൊടല് വലിച്ചുണ്ട് ചെറിയ രീതിയിൽ. എന്താ വലിക്കാൻ ശ്രമിച്ചു അല്ലേ? അപ്പൊ മീനുള്ള സ്ഥലമാണ്. എടാ ഗൈസ്, നമ്മള് മീനൊന്നും കിട്ടാണ്ട് ഇന്നത്തെ ഫിഷിങ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മീനൊന്നും കിട്ടിയില്ലെങ്കിലും ഗിരിയാട്ടിന് കുറെ പട്ടിക്കൂട്ട്. പിന്നെ ഈ 2 മോഡല് 8-10 പട്ടികൾ. This is Dexin Davis signing off from Cherai Beach.